السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والعاقبة للمتقين، ولا عدوان إلا على الظالمين، وأصلي وأسلم على خاتم الأنبياء والمرسلين محمد وعلى آله وأصحابه الفائزين برضا الله أجمعين. أما بعد. ബഹുമാനമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ മതം പഠിക്കാനും അത് ആഴത്തിൽ മനസ്സിലാക്കാനുമാണ് നമ്മൾ ഈ പള്ളിയിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല നിയ്യത്തോടു കൂടി ഇരിക്കാനും ശ്രദ്ധിക്കാനും മനസ്സിരുത്താനും അതനുസരിച്ച് പ്രവർത്തിക്കാനും നമ്മൾക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനായ പണ്ഡിതൻ അബ്ദുറഹ്മാൻ നാസിർ സഅദിയുടെ അൽ ഖവാഇദുൽ ഫിഖ്ഹിയ എന്ന ഗ്രന്ഥമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിലെ പൊതുനിയമങ്ങളാണല്ലോ അതിലുള്ള ചർച്ച. അതിൽ ആദ്യത്തെ ഖാഇദ നമ്മൾ മനസ്സിലാക്കി പഠിച്ചു. അൽ ഉമൂറു ബി മഖാസിദിഹ, എല്ലാ കാര്യങ്ങളും അവയുടെ ഉദ്ദേശങ്ങൾക്കനുസരിച്ചിട്ടാണ് ഉണ്ടാവുക. അതുപോലെ തന്നെ അതിൻ്റെ സ്വീകാര്യതയും അസ്വീകാര്യതയും തീരുമാനിക്കപ്പെടുന്നത് അതനുസരിച്ചിട്ടാണ്. രണ്ടാമത് നമ്മൾ പറഞ്ഞ ഖാഇദ, അതിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അദ്ദീനു മബ്നിയുൻ അലൽ മസ്വാലിഹി. അദ്ദീനു, നമ്മളുടെ മതം എന്നുദ്ദേശിക്കുന്ന ദീനുൽ ഇസ്ലാം, ഇസ്ലാം മതം നിലകൊള്ളുന്നത് അലൽ മസാലിഹി, മസ്ലഹത്തുകളുടെ മേലാണ്. ഇസ്ലാം മതം നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് തന്നെ മസ്ലഹത്തുകളുടെ മേലാണ്. മനുഷ്യന് ഉപകാരമുള്ളത് മാത്രമാണ് ദീൻ കൽപ്പിക്കുക. വജൽബിഹ, അത് കൊണ്ടുവരിക. വദ്ദർഇലിൽ മഫാസിദി, മഫ്സദത്തുകളെ തടുക്കുക എന്നുള്ളതാണ്. എന്തെങ്കിലും ദോഷം വരുന്ന ഒരു കാര്യവും ദീനിൽ ഉണ്ടാവൂല എന്നുള്ളതാണ് മതത്തിൻ്റെ ഒരു അടിസ്ഥാനം. അതിൻ്റെ തെളിവുകളൊക്കെ നമ്മൾ സൂചിപ്പിച്ചു. ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ൽ, അതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഹദീസ്, ബുഇസ്തു ലി ഉതമ്മിമ മകാരിമൽ അഖ്ലാഖ് എന്നൊക്കെ പറയുന്ന ഹദീസ് നമ്മൾ പഠിച്ചു. ഇനി അത് രണ്ടാമതായി നമ്മൾ പഠിക്കാനുള്ള 4 കാര്യങ്ങളാണ് ഈ ഒരു വരിയിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ളത്. രണ്ടാമത് പഠിക്കാനുള്ളത് അൽ മസ്അലത്തു സാനിയ, രണ്ടാമത്തെ വിഷയം. ദീനിൻ്റെ കൽപ്പനകൾ നമ്മൾ എടുക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് കൽപ്പിച്ച കാര്യങ്ങൾ എടുക്കുക. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് നിരോധിച്ച കാര്യങ്ങളും നമ്മൾ എടുക്കുക. 2 കാര്യങ്ങളും നമ്മളുടെ മുമ്പിൽ ഒരുപാട് ഉദാഹരണങ്ങൾ എൻ്റെയും നിങ്ങളുടെയും മനസ്സിൽ ഇപ്പം ഇങ്ങനെ കടന്നു പോയിട്ടുണ്ടാകും. അള്ളാഹു നമ്മളോട് കൽപ്പിച്ച കാര്യങ്ങൾ, അല്ലെങ്കിൽ അള്ളാഹു നമ്മളോട് നിരോധിച്ച കാര്യങ്ങൾ. ശരിക്ക് ഒരു മനുഷ്യൻ്റെ തൗഫീഖിൻ്റെ അടയാളാണ്, അത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഒരു മനുഷ്യൻ്റെ തൗഫീഖിൻ്റെ അടയാളാണ് അള്ളാഹുവിൻ്റെ അമ്രിനോടും അള്ളാഹുവിൻ്റെ നഹീനോടും ബഹുമാനം ഉണ്ടാവുക എന്നുള്ളത്. അത് ആ കിതാബിലില്ല, നിങ്ങൾ ശ്രദ്ധിക്കുക. അള്ളാഹുവിൻ്റെ അമ്ര നഹികളോട് ബഹുമാനം ഉണ്ടാകുക എന്നുള്ളത് ഒരു മനുഷ്യൻ്റെ തൗഫീഖിൻ്റെ അടയാളാണ്. അള്ള കൽപ്പിച്ചതാണല്ലോ എന്നുള്ളൊരു ബഹുമാനം, അള്ള നിരോധിച്ചതാണല്ലോ എന്നുള്ളൊരു പേടിയും ഭയപ്പാടും. അപ്പോൾ ഭയങ്കരമായൊരു തഅ്ളീം, ബഹുമാനാദരവുകൾ അള്ളാഹുവിൻ്റെ അമ്രും നഹീനും കൊടുക്കുക എന്നുള്ളത് ഒരു മനുഷ്യൻ്റെ തൗഫീഖിൻ്റെ അടയാളാണ്. ഇല്ലെങ്കിൽ ആ മനുഷ്യൻ നശിക്കുന്നതാണ്. ഒരാൾക്ക് അള്ള കൽപ്പിച്ചതിനോടൊരു വിലയുമില്ല. എന്തിനാ നിസ്കരിക്കണമെന്ന് ചോദിച്ചാൽ എല്ലാവരും നിസ്കരിക്കാൻ പോകുന്നുണ്ട്, അപ്പം ഞാൻ നിസ്കരിക്കുന്നു. അള്ള കൽപ്പിച്ചതിനോട് അത്ര ബഹുമാനം കൊടുത്തിട്ടൊന്നുമല്ല. എന്താണ് ഈ നഹി ചെയ്യാത്തതെന്ന് ചോദിച്ചാൽ അത് അള്ള നിരോധിച്ചുകൊണ്ടൊന്നല്ല, വേറെ എന്തെങ്കിലുമൊക്കെ ഒരു ബാഹ്യമായ കാരണമാണ്. സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹു കൽപ്പിച്ചതിനോടും അള്ളാഹു വിരോധിച്ചതിനോടും എൻ്റെയും നിങ്ങളുടെയും മനസ്സിൽ എത്ര ബഹുമാനാദരവുകൾ ഉണ്ടെന്ന് നമ്മളൊന്ന് ഒറ്റയ്ക്കിരിക്കുമ്പോൾ ചിന്തിക്കുക. അള്ള കൽപ്പിച്ചവരോട് എനിക്ക് ബഹുമാനം ഉണ്ടോ?
അള്ളാഹ് നിരോധിച്ചതിനോട് എനിക്ക് ബഹുമാനാദരവുകളൊക്കെ ഉണ്ടോ എന്ന് പറഞ്ഞാൽ അതിന് നമ്മൾ ജീവിതത്തിൽ വല്ല പ്രാധാന്യവും കൊടുക്കാറുണ്ടോ? ഇനി നോക്കുക, അള്ളാഹ് കൽപ്പിച്ച കാര്യങ്ങൾ, അള്ളാഹ് നിരോധിച്ച കാര്യങ്ങൾ എല്ലാം ഈ ഖായിദക്കുള്ളിലാണ്, എല്ലാം ഈ പൊതുനിയമത്തിനുള്ളിൽ വരും. നമ്മളിപ്പോൾ പഠിച്ച ഖായിദക്കുള്ളിൽ വരും. കാരണം 4 അവസ്ഥകളാണ് ദീനിലെ കൽപ്പന കാര്യങ്ങൾക്കും അല്ലെങ്കിൽ കൽപ്പനകൾക്കും നിരോധനങ്ങൾക്കും ഉണ്ടാവുക. 4 അവസ്ഥകൾ. ഒന്നാമത്തെ അവസ്ഥ ശ്രദ്ധിച്ചിരിക്കുക. ഒന്നാമത്തെ അവസ്ഥ, അതിൽ ഒരു ദോഷവും ഇല്ലാത്ത, അള്ളാഹ് കൽപ്പിക്കും, അതിലൊരു ദോഷം ഉണ്ടാവില്ല, ഒരു നിലക്കും ദോഷം ഉണ്ടാവില്ല. മാ മസ്ലഹത്തുഹു ഖാലിസത്തുൻ, 100ക്ക് 100 മസ്ലഹത്താണ്. അങ്ങനത്തെ കൽപ്പനകൾ അള്ളാഹ് കൽപ്പിക്കും. ഉദാഹരണം തൗഹീദ്, അതിലൊരു കേടുമില്ല, എല്ലാ അർത്ഥത്തിലും ഒരു മഫ്സദത്തും ഇല്ലാത്ത സംഭവമാണ് തൗഹീദ്. വഇഖ്ലാസുൽ ഇബാദത്തി ലില്ലാഹി വഹ്ദഹു, അള്ളാഹനെ മാത്രം ആരാധിക്കുക. വൽ അദ്ൽ, നീതി കാണിക്കുക. ബിർറുൽ വാലിദൈൻ, മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുക. അതുപോലെയുള്ള കാര്യങ്ങൾ അവ പൂർണ്ണമായും 100ൽ 100% മസ്ലഹത്താണ്. അതിലൊരു തരി പോലും മഫ്സദത്തില്ല. എന്ന് പറഞ്ഞാൽ ഒരു ദോഷവും, ഒരു ചെറിയ ദോഷം പോലും ഊഹിക്കാൻ പോലും പറ്റൂല. ഇങ്ങനത്തെ കാര്യങ്ങൾ ദീൻ കൽപ്പിക്കും. അത് ദീന് അത് ഉദ്ദേശിച്ച് തന്നെ കൽപ്പിക്കുന്നത്, ദീൻ്റെ മഖ്സൂദ് തന്നെ അത് ഉണ്ടാകണം എന്നുള്ളതാണ്. കാരണം അത് പൂർണ്ണമായും മസ്ലഹത്താണ്. പൂർണ്ണമായും നമ്മൾക്ക് നല്ലതേ വരുത്തൂ, നല്ലത് മാത്രമേ അതിലുള്ളൂ. പിന്നെ ചില ദീനിൻ്റെ കൽപ്പനകളുണ്ട്. രണ്ടാമത്തെ അവസ്ഥ, അതിൽ നമ്മളൊന്ന് ആലോചിച്ചാൽ ഒരു പക്ഷെ ചിലപ്പോൾ അതിൽ വല്ല ദോഷവും ഉണ്ടാകാം, അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും ഒരു ഉപദ്രവം ഉണ്ടാകാം. പക്ഷേ നമ്മൾ കൂട്ടിക്കഴിച്ച് നോക്കുന്ന സമയത്ത് അതിൻ്റെ മസ്ലഹത്തായിരിക്കും മുന്തി നിൽക്കുക. അതുകൊണ്ട് ദീൻ അത് കൽപ്പിക്കും. ഉദാഹരണത്തിന്, ഇപ്പം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുക, അതിന് അവസരമുള്ള ഒരു സന്ദർഭമാണെന്ന് കൂട്ടുക. അങ്ങനെ ഇപ്പം നമ്മൾ അങ്ങനെ ഒരു അവസരത്തിലുള്ള കാലത്തിലല്ലോ ജീവിക്കുന്നത്. അൽ ജിഹാദു ഫീ സബീലില്ലാഹ്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ശത്രുക്കളോട് യുദ്ധം ചെയ്യുക എന്നുള്ളൊരവസ്ഥ. അപ്പം അതിൽ എന്തുണ്ടാകും? അള്ളാഹുവിൻ്റെ ദീനിനെ കലിമത്ത് ഉയർത്തുക. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ യുദ്ധങ്ങൾ എടുക്കുക. ബദർ, ഉഹദ്, ഖന്ദഖ്, അങ്ങനെയുള്ള യുദ്ധങ്ങൾ, ഹുനൈനൊക്കെ എടുക്കുക. ആ യുദ്ധങ്ങൾ നമ്മുടെ മനസ്സിൽ കൊണ്ടുവരിക. അതിൽ ഒരു പരിധി നോക്കുമ്പോൾ അതിലെന്തുണ്ട്? ജീവൻ നഷ്ടപ്പെടുന്നുണ്ട്, പലരുടെയും ജീവൻ നഷ്ടപ്പെടുന്നുണ്ട്, മുറിവുകൾ സംഭവിക്കുന്നുണ്ട്, കൈകാലുകൾ നഷ്ടപ്പെടുന്നവരൊക്കെ ഉണ്ട്. ആ ഒരു നിലക്ക് നോക്കുമ്പോൾ അതിലെന്തുണ്ട്? ചെറിയ ഒരു മഫ്സദത്തുണ്ട് എന്ന് വെക്കാമെങ്കിലും ഏറ്റവും പ്രധാനമായി വലിയൊരു മസ്ലഹത്ത് അവിടെ സംഭവിക്കുന്നുണ്ട്. അതെന്താണ്? അള്ളാഹുവിൻ്റെ ദീൻ ഉയരുക. അപ്പം അതിനെയാണ് ദീൻ പരിഗണിക്കുക. അപ്പം ദീന് കൽപ്പിക്കുന്ന കാര്യങ്ങൾ ഒന്നെങ്കിൽ പൂർണ്ണമായും മസ്ലഹത്ത് മാത്രമേ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ അതിൽ അധികവും മസ്ലഹത്തായിരിക്കും. അതാണ് ദീൻ കൽപ്പിക്കുള്ളൂ. അപ്പം നമ്മളെ ദീനിനെ കുറിച്ച് നമുക്ക് ഭയങ്കരമായ ഇസ്സത്ത് തരുന്നൊരു പഠനം കൂടിയാണ് ഈ പഠനം. ശരിക്കും നമ്മൾ പഠിച്ചു നോക്കുമ്പോൾ ദീൻ കൽപ്പിക്കുന്നതൊക്കെ, ദീൻ എന്തൊക്കെ കൽപ്പിച്ചിട്ടുണ്ടോ, അത് വാജിബായി കൽപ്പിക്കുന്നതാകട്ടെ സുന്നത്തായി കൽപ്പിക്കുന്നതാകട്ടെ, എന്തൊക്കെ കൽപ്പിക്കുന്നുണ്ടോ അതൊക്കെ അതിൽ ഈ രൂപത്തിൽ പൂർണ്ണമായി മസ്ലഹത്തായിരിക്കും, അല്ലെങ്കിൽ പിന്നെ മസ്ലഹത്ത് റാജിഹത്തായിരിക്കും. മസ്ലഹത്തായിരിക്കും മുന്തി നിൽക്കുക. റാജിഹത്ത് പറഞ്ഞാൽ മുന്തി നിൽക്കുക, മസ്ലഹത്തായിരിക്കും അതിൽ മുന്തി നിൽക്കുക. അതേപോലെ തന്നെ ഖിസാസ്, അത് നല്ലൊരു ഉദാഹരണമാണ്. ഖിസാസ് എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് പ്രതിക്രിയ ചെയ്യുന്ന സമയത്ത് ഒരാൾ മറ്റൊരാളെ കൊന്നാൽ ദീനിൽ എന്താണ് വിധി? തിരിച്ചു കൊല്ലുക എന്നുള്ളതാണ് വിധി. പല ആളുകളും ഇന്ന് ഇപ്പോൾ ഈ അടുത്ത കാലത്ത് അതിനെ പറ്റി ഭയങ്കരമായ ചർച്ചകളൊക്കെ നടക്കുന്ന സമയത്ത് എന്നാലും ദീൻ അങ്ങനെ കൽപ്പിക്കേണ്ടുന്നില്ല എന്നൊക്കെയാണ് പലരുടെയും മനസ്സിലുള്ളത്. അതൊക്കെ ഇപ്പോൾ 6-ാം നൂറ്റാണ്ടിലെ ഗോത്ര നിയമമല്ലേ എന്നാണ് പലരുടെയും മനസ്സിലുള്ളത്. ഇതേ നമ്മൾ തന്നെ പിന്നെ ആരെങ്കിലും മറ്റേ വേറെ മോശപ്പെട്ട രീതിയിൽ രൂപത്തിൽ വല്ല കൊലപാതകമൊക്കെ ചെയ്താൽ നമ്മൾ പറയും അയാളെ കൊല്ലനല്ലേ ചെയ്യേണ്ടത്, അയാളെ തിരിച്ചു കൊല്ലനല്ലേ ചെയ്യേണ്ടത് നമ്മൾ പറയും. അങ്ങനെ ഒരു ഇരട്ടത്താപ്പ് നമ്മുടെ മുസ്ലിം ഉമ്മത്തിൽ തന്നെ ആളുകൾ ഉണ്ടാക്കിയെടുക്കും. ഞാൻ പറഞ്ഞു വന്നത്, ഖിസാസ് ഒരർത്ഥത്തിൽ അതിൽ ഈ രൂപത്തിലുള്ള ചെറിയൊരു മഫ്സദത്ത്, ഒരാളുടെ ജീവൻ നഷ്ടപ്പെടുന്നു. പക്ഷെ അത് ചെയ്യുന്നതിലൂടെ വലിയ രൂപത്തിലുള്ള ഒരു മസ്ലഹത്ത് അവിടെ നടക്കുകയാണ്. പിന്നീട് ആ രൂപത്തിലുള്ള കൊലപാതകങ്ങളും മറ്റും കുറയും, പിന്നെ അങ്ങനെ ഉണ്ടാവില്ല. അതുകൊണ്ടാണല്ലോ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് അതിൽ ഹയാത്തുണ്ട് എന്നാണ് പറഞ്ഞത്. നല്ല പ്രയോഗമാണ്, ഏറ്റവും നല്ല പ്രയോഗമാണ്. ഖിസാസിൽ ഹയാത്തുണ്ട് എന്നാണ് അള്ളാഹ് പറഞ്ഞത്. ഖിസാസിൽ എന്തുണ്ട്? ഹയാത്തുണ്ട് എന്നാണ്, ജീവിതമുണ്ട്. അതെങ്ങനെ ഖിസാസിൽ ഹയാത്ത്? ഖിസാസ് എന്ന് പറഞ്ഞാൽ ഒരാളെ പ്രതിക്രിയ ചെയ്ത് വധിക്കലല്ലേ, അപ്പം അയാളെ മരിക്കല്ലേ ചെയ്യുന്നത്, മമുത്തല്ലേ ഉള്ളത്. ഖിസാസിൽ ഹയാത്താണുള്ളത്. അതായത് അത് നടപ്പാക്കുന്നതിലൂടെ ഒരുപാട് ജീവൻ രക്ഷപ്പെടുകയാണ്. ഒരാൾ കൊലപാതകം ചെയ്തു, അയാൾ കൊലപാതകം ചെയ്ത് അയാൾ ജയിലിൽ വളരെ ഉഷാറായി ജീവിക്കുകയാണ്. എല്ലാ സുഖസൗകര്യങ്ങളുണ്ട് എന്ന് വിചാരിക്കുക, എല്ലാ നിലക്കും സുഖസൗകര്യങ്ങളുണ്ട്. സ്വാഭാവികമായിട്ടും തെറ്റ് ചെയ്യുന്ന ഒരാൾക്ക് അത് പ്രോത്സാഹനമാണോ കൊടുക്കുക അതോ നിരുത്സാഹമാണോ കൊടുക്കുക?
പ്രോത്സാഹിപ്പിക്കുന്ന പോലെയാണ് ഉണ്ടാവുക. അപ്പോൾ സ്വാഭാവികമായിട്ട് നിരുത്സാഹപ്പെടുത്തേണ്ട വിധികളാണ് വേണ്ടത്. അപ്പോൾ ദീനിൽ ഖിസാസ് പോലുള്ള വിധികളൊക്കെ ഇതിന് ഉദാഹരണമാണ്. ഇഖാമത്തുൽ ഹുദൂദ്, ശിക്ഷകൾ നടക്കും. ഒരാളെ കൈ മുറിക്കുക എന്ന് പറഞ്ഞാൽ ഒരാളെ സംബന്ധിച്ചിടത്തോളം മഫ്സദത്താണ്. പക്ഷെ ആ കൈ മുറിക്കുന്നതിലൂടെ സമൂഹത്തിന് മുഴുവൻ ലഭിക്കുന്നൊരു മസ്ലഹത്തുണ്ട്. അതാണ് ദീൻ പരിഗണിക്കുക, അതാണ് മതം പരിഗണിക്കുക എന്നുള്ളത്. അതേപോലെ തന്നെ അതിൽ ശരീരത്തെ വേദനിപ്പിക്കലൊക്കെ ഉണ്ടാകാം. അത് ഓരോ ഹദ് അനുസരിച്ചും അതുണ്ടാകും. അപ്പോൾ ദീൻ കൽപ്പിക്കുന്ന കാര്യങ്ങൾ ഈ രണ്ട് കാര്യത്തിൽ നിന്ന് പുറത്തു പോകില്ല. ഒന്നെങ്കിൽ 100% മസ്ലഹത്തായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മഫ്സദത്ത് അതിലുണ്ടാകാം, പക്ഷേ മുന്തി നിൽക്കുന്നത് മസ്ലഹത്തായിരിക്കും. അങ്ങനത്തെ കാര്യങ്ങളായിരിക്കും ദീൻ കൽപ്പിക്കുക. ഇനി നമ്മൾ ദീൻ്റെ കൽപ്പനകളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി, നമുക്ക് കുറച്ചും കൂടി അത് ബോധ്യപ്പെടുന്ന ഒരവസ്ഥയിലെത്തും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മൂന്നാമത്തെ ഒരവസ്ഥ 100% മഫ്സദത്ത്. അത് ദീൻ എന്തായാലും നഹി ചെയ്യും. എല്ലാ നിലക്കും കേടുള്ളത്, മഫ്സദത്തുള്ളത്, അത് ദീൻ എന്തായാലും അതിനെ നഹി ചെയ്തിരിക്കും. ഏതുപോലെ കശ്ശിർക്കി ബില്ലാഹ്, അള്ളാഹുവിൽ പങ്ക് ചേർക്കുക എന്നുള്ളത് എല്ലാ നിലക്കും അത് മഫ്സദത്താണ്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എല്ലാ നിലക്കും നമ്മളെ പടച്ച, നമ്മൾക്ക് റിസ്ക് തരുന്ന, നമ്മളെ ഊട്ടുന്ന, നമ്മളെ ജീവിപ്പിക്കുന്ന, നമ്മളെ മരിപ്പിക്കുന്ന, നമ്മളെ നിയന്ത്രിക്കുന്ന, നമ്മളെ ഉടമപ്പെടുത്തുന്ന എല്ലാം നമ്മൾക്ക് ചെയ്തു തരുന്ന അള്ളാഹുവിനെ മാറ്റിവെച്ച് അള്ളാഹു ഏതൊരു ആളുകളിലേക്കോ ശക്തികളിലേക്കോ പോകുമ്പോൾ അതിനേക്കാൾ വലിയ മഫ്സദത്തില്ല. ദീൻ എന്തായാലും നഹി ചെയ്യും. അതിലൊരു മൻഫഅത്തുമില്ല. ഷിർക്കിൽ ഒരു നിലക്കുള്ള മൻഫഅത്തുമില്ല, ഷിർക്കിലൊരു മൻഫഅത്തുമില്ല. അതേപോലെ തന്നെ സിന ആകട്ടെ, സിഹറാകട്ടെ, ഇതിലൊന്നും ദീനിലൊരു മൻഫഅത്തും ഒരു ഉപകാരവും കൊടുക്കാനില്ല. ചെയ്യുന്ന ആളുകൾക്ക് ചിലപ്പോൾ മാനസികമായ ചില ആശ്വാസങ്ങൾ കിട്ടിയേക്കാം, ചെയ്യുന്ന ആളുകൾക്ക് ചിലപ്പോൾ മാനസികമായ ചില സന്തോഷങ്ങളൊക്കെ ചിലപ്പോൾ കിട്ടിയേക്കാം. എന്നല്ലാതെ ഒരു നിലക്കും ദീനിൽ അതിലൊരു മസ്ലഹത്തും ഇല്ല എന്നുള്ളതാണ്. ദീനിൽ അതിലൊരു മസ്ലഹത്തും ഇല്ല. ചെയ്യുന്ന ആൾക്ക് മാനസികമായ ചില ഉല്ലാസങ്ങളൊക്കെ ലഭിച്ചേക്കാം, പക്ഷേ ദീൻ പരിഗണിക്കുമ്പോൾ ഒരു ഗുണവുമില്ല. വ്യഭിചാരം ഒരു ഗുണമില്ല, ഒരു നിലക്കും ഗുണമില്ല. അതുകൊണ്ട് തന്നെ ദീൻ അതിനെ പൂർണ്ണമായും നഹി ചെയ്യും എന്നുള്ളതാണ്. അല്ലെങ്കിൽ മാ മഫ്സദതുഹു റാജിഹത്തുൻ, അടുത്തത് ദീൻ നിരോധിക്കും. അതിലും ചില സമയത്ത് മസ്ലഹത്ത് ഉണ്ടായേക്കാം, പക്ഷേ മസ്ലഹത്ത് ഉണ്ടായേക്കാം, ചില ഗുണങ്ങൾ കിട്ടിയേക്കാം, പക്ഷെ അത് നോക്കുമ്പോൾ മഫ്സദത്താണ് അധികം ഉണ്ടാവുക. കള്ള് കുടിക്കുക, അതേപോലെ തന്നെ ചൂതാട്ടം. ഇപ്പൊ ഖുർആൻ തന്നെ പറഞ്ഞത് ഫീഹിമാ ഇസ്മുൻ കബീറുൻ, ഖുർആന്റെ പ്രയോഗമാണ്. ഈ കള്ളിലും ചൂതാട്ടത്തിലും നല്ല ശ്രദ്ധിക്കേണ്ട ഒരു ആയത്താണത്. അവ രണ്ടിലും ഇസ്മുൻ കബീറുൻ, വലിയ പാപമുണ്ട്. പിന്നെയോ വമനാഫിഉ ലിന്നാസ്, ജനങ്ങൾക്ക് ഉപകാരമുണ്ട്. അതെന്താ ജനങ്ങൾക്ക് മൻഫഅത്ത് ഉണ്ട് പറഞ്ഞത്? ഏതെങ്കിലും നിലക്ക് ജനങ്ങൾ അതുകൊണ്ട് ഉപകാരം എടുക്കുക, കച്ചവടത്തിലോ തിജാറത്തിലോ ഒക്കെ ഉപയോഗിച്ചേക്കാം, പക്ഷെ അതിനേക്കാൾ വലിയ ഒരു ദോഷം വരാനുണ്ട്. അതുകൊണ്ട് ദീൻ പൂർണ്ണമായി അതിനെ നഹി ചെയ്യും. കള്ള് കുടിക്കണ്ടെന്ന് പറയും. നമുക്കറിയാം കള്ളുകുടിയുടെ ദോഷങ്ങളും ലഹരിയുടെ ദോഷങ്ങളൊക്കെ നമുക്കറിയാം. നമ്മുടെ നാട്ടിൽ പല നിലക്ക് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഫിത്ന കൂടിയാണ്. അള്ളാഹു മുസ്ലിം ഉമ്മത്തിനൊക്കെ അതിൽ നിന്ന് രക്ഷിക്കട്ടെ. നമ്മുടെ മക്കളെയും മറ്റ് നമ്മുടെ കുടുംബാംഗങ്ങളെയൊക്കെ മറ്റു വിശ്വാസികളെയും ലഹരി പദാർത്ഥങ്ങളിൽ നിന്നും അതിൻ്റെ ദോഷങ്ങളിൽ നിന്നൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, ദീൻ നിരോധിക്കുന്നുണ്ടെങ്കിൽ അറിഞ്ഞുകൊണ്ടാണ് നിരോധിക്കുക. ഇതിൻ്റെ ഒക്കെ പിറകിൽ എന്താണെന്നറിയോ സഹോദരങ്ങളെ, സഹോദരിമാരെ? ഇതിൻ്റെ ഒക്കെ പിറകിൽ അള്ളാഹു ഹക്കീമാണ്. വെറുതെ എന്തെങ്കിലും പറഞ്ഞു തരിക എന്നുള്ളതല്ല. ഇത് രസമല്ല, അപ്പോൾ തോന്നുന്ന സമയത്ത് അങ്ങനെ ആ രൂപത്തിലല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുന്നത് ചെയ്യും. പക്ഷെ അള്ളാഹു എന്ത് ചെയ്താലും അതിന് ഹിക്മത്ത് ഉണ്ടാവും. ദുനിയാവിൽ, ഈ കൗനിൽ, ഈ പ്രപഞ്ചത്തിൽ എന്ത് നടന്നാലും അള്ളാഹ് അറിയാതെ ഒന്നും നടക്കില്ല. അതുകൊണ്ട് തന്നെ വളരെ ഹിക്മത്തോടു കൂടിയായിരിക്കും ശാരിഅന്റെ എല്ലാ പ്രവർത്തനങ്ങളും, പ്രത്യേകിച്ച് ദീനി കാര്യങ്ങളെല്ലാം ഹിക്മത്തോടു കൂടിയായിരിക്കും. പ്രാപഞ്ചികമായ കാര്യങ്ങളും ഹിക്മത്തോടെയിരിക്കും. എല്ലാത്തിനും അള്ളാഹ്ക്ക് ഹിക്മത്തുണ്ട്. അള്ളാഹ് ചെയ്യുന്നതിന് എല്ലാത്തിനും അള്ളാഹ്ക്ക് ഹിക്മത്ത് ഉണ്ടാകും. അപ്പോൾ അള്ളാഹ് കൽപ്പിക്കുന്നതിന് പൂർണ്ണമായും ഹിക്മത്ത് ഉണ്ടാകും എന്നുള്ളതാണ്. അപ്പോൾ ഈ 4 നിന്ന് ദീനിലെ ഒരു കൽപ്പനാ നിരോധനങ്ങളും പുറത്തു പോകില്ല. 4 കാര്യങ്ങൾ. 1 പൂർണ്ണമായും മസ്ലഹത്ത്, 2 മസ്ലഹത്താണ് മുന്തി നിൽക്കുന്നത്, ഇത് രണ്ടും ദീൻ കൽപ്പിച്ചിരിക്കും. 3 പൂർണ്ണമായും മഫ്സദത്ത്, പൂർണ്ണമായും ദോഷമേ ഉള്ളൂ, അത് ദീൻ നിരോധിച്ചിരിക്കും. അല്ലെങ്കിൽ അതിലധികവും മഫ്സദത്താണ് ഉണ്ടാവുക, അതിലധികം എന്താ ഉണ്ടാവുക? മഫ്സദത്താണ് ഉണ്ടാവുക, അതിനെയും ദീൻ നിരോധിച്ചിരിക്കും. 5-മത്തൊന്നുമില്ല, അതിൽ മഫ്സദത്തും മസ്ലഹത്തും ഒരേപോലെ, അങ്ങനത്തെ ഒരു സാധനം ദീനിലുണ്ടാവില്ല. എന്തെങ്കിലും ഒരു നിലക്ക് മഫ്സദത്ത് കൂടും, അല്ലെങ്കിൽ മസ്ലഹത്ത് കൂടും. മസ്ലഹത്ത് കൂടിയാൽ ദീൻ അതിനെ കൽപ്പിച്ചിരിക്കും. അതിന് മഫ്സദത്താണ് കൂടുതലെങ്കിൽ ദീൻ അതിനെ നിരോധിച്ചിരിക്കും, ഉറപ്പാണ്. അപ്പോൾ ദീനിൻ്റെ എല്ലാ കൽപ്പനകളും ഈ 4 നിന്ന് പുറത്തു പോകില്ല. ദീനിൻ്റെ എല്ലാ നിരോധനങ്ങളും ഈ 4 കാര്യങ്ങളിൽ നിന്ന് പുറത്തു പോകില്ല. അങ്ങനെ നമ്മുടെ ദീനിനെ പഠിച്ചാൽ ഈ ഖായിദ ദീനിൻ്റെ എല്ലാ ഭാഗത്തെയും തൊടുന്നൊരു ഖായിദയാണ്.
അദ്ദീനു മബ്നിയുൻ അലൽ മസാലിഹി വജൽബിഹാ വദ്ദർഇ ലിൽ മഫാസിദി എന്ന് പറയുന്ന ഖായിദ നമ്മുടെ ദീനിനെ മുഴുവൻ ഉൾക്കൊള്ളുന്നൊരു ഖായിദയാണ്. ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞൊരു വാക്ക്, ഇന്ന ശരീഅത, തീർച്ചയായും ഈ ഇസ്ലാമിക ശരീഅത്ത്, ജാഅത് ബിതഹ്സീലിൽ മസാലിഹി വതക്മീലിഹാ, എന്താണ് അതിൻ്റെ അർത്ഥം? മസ്ലഹത്തുകൾ കൊണ്ടുവരിക, അതിനെ സാക്ഷാത്കരിക്കുക, അതേപോലെ തന്നെ അതിനെ പൂർത്തീകരിക്കുക എന്നുള്ളതാണ് ദീന്റെ ലക്ഷ്യം. വതഅതീലിൽ മഫാസിദി വതഖ്ലീലിഹ, മഫ്സദത്തുകളെ നശിപ്പിക്കുക അല്ലെങ്കിൽ പരമാവധി കുറക്കുക, ഇതാണ് ദീന്റെ ലക്ഷ്യം. ദീന്റെ എല്ലാ കൽപ്പനകളും നമുക്കത് കാണാൻ പറ്റും. മസ്ലഹത്തുകൾ ഉണ്ടാവുക, മഫ്സദത്തുകളെ മസ്ലഹത്തുകൾ ഉണ്ടാക്കുക, പൂർത്തിയാക്കുക, മഫ്സദത്തുകളെ നശിപ്പിക്കുക അല്ലെങ്കിൽ പരമാവധി കുറക്കുക, ഇതാണ് ദീന്റെ എല്ലാത്തിനും നമുക്ക് കാണാൻ സാധിക്കുക. വഅന്നഹാ തുറജ്ജിഹു ഖൈറൽ ഖൈറൈൻ, രണ്ട് ഖൈറുണ്ടെങ്കിൽ ദീൻ ഏറ്റവും ഖൈറിനെ മുന്തിക്കും. വശർറ ശർറൈനി, രണ്ട് ഷർറുകൾ ഉണ്ടെങ്കിൽ ഏറ്റവും വലിയ ഷെറിനെ പരിഗണിച്ചിട്ട് ആ ഷെർ ഒഴിവാക്കിയിട്ട് അതിൽ ചെറുതെടുക്കും. അതൊക്കെയാണ് ദീനിന്റെ പ്രത്യേകതകൾ. പക്ഷേ നമ്മൾ ഉദാഹരണങ്ങൾ വരും. വതഹ്സീൽ അഅ്ളമിൽ മസ്ലഹതൈൻ ബിതഫ്വീതി അദ്നാഹുമാ വതദ്ഫഅ അഅ്ളമൽ മഫ്സദതൈൻ ബിഇഹ്തിമാലി അദ്നാഹുമാ. രണ്ട് മസ്ലഹത്തുണ്ടെങ്കിൽ അതിൽ ഏറ്റവും മുന്തിയ മസ്ലഹത്താണ് ദീൻ എടുക്കുക. രണ്ട് മഫ്സദത്തുണ്ടെങ്കിൽ അതിൽ ഏറ്റവും മുന്തിയതിനെ ഒഴിവാക്കി താഴെയുള്ള മഫ്സദത്ത്, അത് കുറച്ച് ദോഷമുണ്ടെങ്കിലും അതിനേക്കാൾ വലിയ മഫ്സദത്ത് അപ്പുറത്ത് വരാനുണ്ട് എന്ന് പരിഗണിച്ച് ദീൻ ചെയ്യുന്നുള്ളതാണ് മനസ്സിലാക്കാനുള്ളത്. ഇതാണ് നമുക്കതിൽ രണ്ടാമത് പഠിക്കാനുള്ള കാര്യം. അപ്പം ദീനിൻ്റെ എല്ലാ കൽപ്പനകളും ദീനിൻ്റെ എല്ലാ നിരോധനങ്ങളും ഈ 4 കാര്യത്തിൽ നിന്ന് പുറത്തല്ല. പൂർണ്ണമായും മസ്ലഹത്ത് അല്ലെങ്കിൽ മസ്ലഹത്താണ് മുന്തിയത്. മസ്ലഹത്ത് എന്ന് പറയുന്ന പ്രയോഗം മനസ്സിലുണ്ടല്ലോ, അതായത് മനുഷ്യന് ഉപകാരം ഉണ്ടാകുന്ന കാര്യങ്ങളാണ് മുന്തിയത്, അല്ലെങ്കിൽ പൂർണ്ണമായും മഫ്സദത്ത് അല്ലെങ്കിൽ മഫ്സദത്താണ് അതിൽ മുന്തിയത്. ദീനിൻ്റെ എല്ലാ കൽപ്പനകളും നിങ്ങൾ എടുത്തു നോക്കി, ഒന്ന് ആലോചിച്ച് നോക്കി. ദീനിലെ എല്ലാ കൽപ്പനകളും, നിസ്കാരാകട്ടെ, നോമ്പാകട്ടെ, അള്ള കൽപ്പിച്ചത് എന്തും അള്ള നിരോധിച്ചത് എന്തും നോക്കണ്ടി അതിൽ ഈ പറയപ്പെട്ടതൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. മൂന്നാമത്തെ ഒരു കാര്യം, അൽ മസ്അലത്തു അസ്സാലിസത്തു, മൂന്നാമത്തെ മസ്അല, ശരീഅത്ത് മസ്ലഹത്താണ് കൊണ്ടുവരിക എന്ന് നമ്മൾ പറഞ്ഞു. ഖാലിസായതോ അല്ലെങ്കിൽ റാജിഹായതോ. ഖാലിസായെന്ന് പറഞ്ഞാൽ പൂർണ്ണമായി മസ്ലഹത്തായത് അല്ലെങ്കിൽ മസ്ലഹത്താണ് മുന്തി നിൽക്കുന്നത്. അത് നമ്മൾ പറഞ്ഞു, അത് നമ്മൾ സ്ഥാപിച്ചു. അപ്പോൾ ശരീഅത്തിന്റെ മസ്ലഹത്തുകൾ, ശരീഅത്തിന്റെ തകാലീഫുകളൊക്കെ അല്ലെങ്കിൽ ശരീഅത്ത് നമ്മളോട് കൽപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ ശരീഅത്തിന്റെ മഖ്സദ് പരിഗണിച്ചാണ്. ശരീഅത്തിന് ലക്ഷ്യമുണ്ട്. ഇസ്ലാമിക ദീൻ വെറുതെ റസൂലുള്ളാഹി പഠിപ്പിച്ചതല്ല, ഓരോന്നിനും ലക്ഷ്യമുണ്ട്, കൃത്യമായ ലക്ഷ്യമുണ്ട്. എല്ലാം നമ്മൾ ചെയ്യുന്ന ദീനിൽ എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും കൃത്യമായ ലക്ഷ്യങ്ങൾ ഉണ്ടാകും. മഖാസിദു ശരിയ എന്നാണ് അതിന് പറയാം. അതിനെന്താ പറയാ? മഖാസിദു ശരീഅത്തി എന്നാണ് പറയാം. ഇപ്പോൾ ഫത്വ കൊടുക്കുന്ന ഒരാളൊക്കെ ഈ മഖാസിദു ശരിയ, ദീനിന്റെ മഖ്സദുകൾ, ഉദ്ദേശങ്ങളൊക്കെ പഠിച്ചിട്ടാണ് ഫത്വ കൊടുക്കുക. അങ്ങനെയാണ് ഓരോരുത്തരുടെ നാട്ടിലെ അവസ്ഥ പരിഗണിച്ച് അവിടെ മസ്ലഹത്താണോ കൂടുതൽ, അവിടെ മഫ്സദത്താണോ കൂടുതൽ, അപ്പോൾ ആ സംഭവങ്ങളൊക്കെ പരിഗണിച്ച് ഇഅ്തിബാർ ചെയ്തിട്ടാണ് അവരൊക്കെ ഫത്വ കൊടുക്കുക. ഞാൻ പറഞ്ഞല്ലോ, ദീനിന്റെ വിഷയത്തിൽ കണ്ടതും കേട്ടതും പറയാന്നുള്ളതല്ല, എല്ലാം പരിഗണിച്ചിട്ടാണ് അവർ ചെയ്യുക. ദീനിന്റെ മഖ്സദുകൾ 3 രൂപത്തിലായിരിക്കും ഉണ്ടാവുക. ഒന്ന്, ദറൂരിയായ മഖ്സദുകളുണ്ട് ദീനിന്, മസ്ലഹത്തുകൾ, ദറൂരിയായ മസ്ലഹത്തുകൾ ദീന് പരിഗണിച്ചു. 2 ഹാജിയത്ത്, 3 തഹ്സീനിയത്ത്. 3 അറബി പദങ്ങളാണ്. ദറൂരിയായ മസ്ലഹത്തുകൾ നിങ്ങൾ ശ്രദ്ധിച്ചിരുന്ന ഇൻഷാ അല്ലാഹ് കിട്ടും, ശ്രദ്ധിച്ചിരിക്കുക. അപ്പം ഈ 3 മസ്ലഹത്തുകൾ ദീന് പരിഗണിക്കും. അൽ മസാലിഹ് അൽ ദറൂരിയ, അനിവാര്യമായ മസ്ലഹത്തുകൾ. ഇത് വേറൊരു വിഭജനമാണ്. അനിവാര്യമായ മസ്ലഹത്തുകൾ, അനിവാര്യമായ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിരുന്നു. ദീന് പ്രധാനമായും നമ്മുടെ 5 ദറൂറാത്തുൽ ഖംസ് എന്ന് പറയും, 5 കാര്യങ്ങൾ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ ആ 5 കാര്യങ്ങളെ ദീൻ പ്രധാനമായും പരിഗണിക്കും. കാരണം മനുഷ്യൻ അതില്ലാതെ മനുഷ്യന് നിലനിൽക്കാൻ തന്നെ സാധിക്കൂല. അതുകൊണ്ട് ദീൻ അത് എന്തായാലും കൊണ്ടുവരും. നിലനിൽപ്പിന് അത്യാവശ്യമാണ്. അതില്ലെങ്കിൽ മനുഷ്യൻ നശിക്കും. എങ്കിൽ മനുഷ്യനല്ലേ ഏതെങ്കിലും നിലക്കുള്ള നാശം ഉണ്ടാവുന്ന ഉറപ്പാണെങ്കിൽ അതാണ് മനുഷ്യന്റെ ദറൂറത്തുകൾ. നമ്മൾ വിചാരിക്കുന്നല്ല, ദറൂറത്ത് എന്ന് പറഞ്ഞാൽ അനിവാര്യമായ കാര്യങ്ങൾ എന്നാണ്. അതില്ലാതെ, അത് കൂടാതെ പറ്റൂല. അങ്ങനെയുള്ള മസ്ലഹത്തുകൾ ഉണ്ട് ദീനിൽ. വഹിയൽ മസാലിഹി അല്ലതി ലാ ബുദ്ദ മിൻഹാ ലിഖിയാമി മസാലിഹി ദുനിയ വൽ ആഖിറ.
ദുനിയാവിൻ്റെയും ആഖിറത്തിൻ്റെയും മസ്ലഹത്തുകൾ നിലകൊള്ളണമെങ്കിൽ ഇത് കൽപ്പിച്ചേ പറ്റൂ. അങ്ങനത്തെ മസ്ലഹത്തുകൾ ദീന് പരിഗണിക്കും. ഏത് നിലക്ക്? ബിഹൈസു ലൗ ഫുഖിദത്, അതില്ലാതായി എന്ന് വിചാരിക്കുക. ആ മസ്ലഹത്തുകൾ ദീൻ കൽപ്പിച്ചില്ല എന്ന് വിചാരിക്കുക. ലം തജ്രി ഹയാത്തുൻ നാസ് ഫി ദുനിയ അല ഇസ്തിഖാമത്തിൻ, ദുനിയാവിൽ നേരെ ചൊവ്വെ ജീവിക്കാൻ മനുഷ്യന് കഴിയൂല. വൈന്നമ തതഅത്തലു മആശിഹിം, അവരുടെ മആയിഷുഹും, അവരുടെ ജീവിത സന്ധാരണ മാർഗങ്ങളൊക്കെ നശിച്ചു. അതുകൊണ്ട് ദീൻ എന്ത് ചെയ്യും? ദീനി മസ്ലഹത്തുകൾ, ളുറൂറിയായ മസ്ലഹത്തുകളെ പരിഗണിക്കും. ഒന്നുകൂടി ശ്രദ്ധിച്ചിരിക്കുക. ളുറൂറിയായ മസ്ലഹത്തുകളുണ്ട്, ഹാജിയായ മസലകളുണ്ട്, തഹ്സീനിയായ മസ്ലഹത്തുകളുണ്ട്. അതിനിപ്പോൾ നമ്മുടെ ഉസ്താദന്മാരൊക്കെ ഉദാഹരണം പറയൽ നമുക്ക് പെട്ടെന്ന് മനസ്സിൽ കിട്ടുന്നൊരു ഉദാഹരണമാണ് ചോറ്. ഉദാഹരണം വെക്കുക. ചോറ്, ഭക്ഷണം കഴിക്കുമ്പോൾ ചോറ് അത്യാവശ്യമാണ്, ഭക്ഷണം അത്യാവശ്യമാണ്. അതിൽ കറിയോ? കറി ആവശ്യമാണ്. കറി എന്താണ്? ആവശ്യമാണ്. ചോറുകൊണ്ട് ഭക്ഷണം കഴിച്ചാൽ നമ്മൾ നിലനിൽക്കും, പക്ഷെ കറി ആവശ്യമുള്ളതാണ്, അനാവശ്യമല്ല. കറി ആവശ്യമാണ്. കൂട്ടാനും കൂടി ഉണ്ടെങ്കിൽ എന്തായി? ഉഷാറായി. അത് തഹ്സീനിയാണ്, അത് കുറച്ചുകൂടി പൂർത്തീകരിക്കാനുള്ളതാണ്. അതേ രൂപത്തിലാണ് നമ്മുടെ ദീൻ്റെ എല്ലാ കാര്യങ്ങളും അത് കൽപ്പിക്കുമ്പോൾ ളുറൂറിയായത് ചോറിൻ്റെ സ്ഥാനത്തുള്ള സാധനങ്ങളാണ് നമ്മൾ ഈ 5 കാര്യങ്ങൾ. അത് അത്യാവശ്യമായിട്ട് ദീൻ പരിഗണിക്കും. ആ 5 കാര്യങ്ങളെ ഏതൊക്കെയാണ്? ളുറൂറാത്തുൽ ഖംസ്. ഏതൊക്കെയാണ് ആ കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. ഒന്ന് ഹിഫ്ളുദ്ദീൻ. എന്താണ്? ദീനിന്റെ സംരക്ഷണം. ദീനിന്റെ സംരക്ഷണം ശരീഅത്തിന്റെ വലിയൊരു ഭാഗമാണ്. ദീൻ സംരക്ഷിക്കുക. അതായത് ഏത് നിലക്കെന്ന് ചോദിച്ചാൽ ഈ 5 കാര്യങ്ങളിൽ അതിനെ നിലനിർത്തുന്നത്, ഈ 5 കാര്യങ്ങളെ നിലനിർത്തുന്ന കൽപ്പനകളുണ്ടാവും. അപ്പോൾ ദീനെ നിലനിർത്തുന്ന ഒരുപാട് കൽപ്പനകൾ ഉണ്ടാവും. അതേപോലെ തന്നെ അതിൻ്റെ കായിദകളെ ഉറപ്പിച്ചു നിർത്തുന്ന, അതിൻ്റെ നെടുന്തൂണുകളെ ഉറപ്പിച്ചു നിർത്തുന്ന കൽപ്പനകൾ ദീനിലുണ്ടാകും. ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അതേപോലെ തന്നെ നിരോധനങ്ങളുണ്ടാവും. ദീനെ നശിപ്പിക്കുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ നിരോധിച്ചിരിക്കും. ദീനെ പൊളിച്ചു കളയുന്ന, ഇനി ദീനെ പൊളിച്ചു കളയാൻ ചാൻസ് ഉണ്ടെന്ന് തോന്നുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ ദീൻ നിരോധിച്ചിരിക്കും. ഉറപ്പായിട്ടും ദീൻ നമ്മുടെ ദീനിലുണ്ടാകും. അപ്പോൾ ആദ്യത്തെ ഏറ്റവും പ്രധാനം ഹിഫ്ളുദ്ദീനാണ്. മതത്തെ സംരക്ഷിക്കുക. ഒരാളുടെ ഏറ്റവും പ്രധാനം അയാളുടെ ദീൻ നിലനിൽക്കുക എന്നുള്ളതാണ് ശരീഅത്ത് പരിഗണിച്ചിട്ടുണ്ടാവുക. അതിന് പിന്നെ ദോഷകരമായി ബാധിക്കുന്ന എന്തെങ്കിലും ഉണ്ടോ, അല്ലെങ്കിൽ ദോഷകരമായി ബാധിച്ചേക്കാം എന്ന് തോന്നുന്ന എന്തെങ്കിലും ഉണ്ടോ, ദീൻ അതിനെ നിരോധിച്ചിരിക്കും. ദീനെ നിലനിർത്താൻ ചാൻസ് ഉള്ള എല്ലാത്തിനെയും ദീന് കൽപ്പിച്ചിരിക്കും എന്നുള്ളതാണ്. അപ്പൊ ഹിഫ്ളുദ്ദീൻ ദീനിന്റെ വലിയൊരു പിന്നെ ശരീഅത്തിന്റെ വലിയൊരു ഭാഗമാണ് ഹിഫ്ളുദ്ദീൻ. അതിനു വേണ്ടിയിട്ടാണല്ലോ അള്ളാഹ് നമ്മളെ സൃഷ്ടിച്ചത് തന്നെ. അത് നമ്മളെ പഠിച്ചത് എന്തിനാണ്? മാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅബ്ദൂൻ എന്ന് പറഞ്ഞാൽ എന്നെ ആരാധിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ മനുഷ്യ ജിന്നുകളൊക്കെ അള്ളാഹ് പഠിച്ചിട്ടുള്ളത് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്. അപ്പോൾ അതാണ് ഏറ്റവും പ്രധാനം, ദീന് സംരക്ഷിക്കുക എന്നുള്ളത്. അതിനു വേണ്ടിയിട്ടാണ് പിന്നെ ഖിതാല്, ജിഹാദ് ശർആക്കിയത്. അതിനു വേണ്ടിയിട്ടാണ് പിന്നെ ബിദ്അത്തുകൾ ഹറാമാക്കിയത്. ദീനിൽ ആരെങ്കിലും പുതുതായി ഉണ്ടാക്കിയ ഹറാമാണല്ലോ. അതിനു വേണ്ടിയിട്ടാണ് നന്മ കൽപ്പിക്കലും തിന്മ വിരോധിക്കലും ദീനിൽ ഉള്ളത്. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ, കൽപ്പനകളൊക്കെ ഉള്ളത് ഈ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ്. രണ്ടാമത്തെ ദീന് ഈ ളുറൂറാത്തിയിൽ നമ്മൾ ചോറിന്റെ സ്ഥാനത്തുള്ള സാധനമാണ് ഹിഫ്ളുൽ അഖൽ, ബുദ്ധിന്റെ സംരക്ഷണം. എന്തിന്റെ സംരക്ഷണം? ബുദ്ധിന്റെ സംരക്ഷണം. കാരണം ബുദ്ധി ഉണ്ടെങ്കിലേ നമുക്ക് അള്ളാഹു പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിക്കാനും കഴിയുള്ളൂ. ഇപ്പൊ ബുദ്ധിയെ നശിപ്പിക്കുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ, നമ്മുടെ അക്കലിനെ നശിപ്പിക്കുന്ന, ഇപ്പൊ ഉദാഹരണം കള്ളുടിക്കേണ്ട അറിയും. കാരണം അത് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് കൽപ്പിച്ച കാര്യങ്ങൾ ചെയ്യാനും അള്ളാഹ് നിരോധിച്ച കാര്യങ്ങൾ ഒഴിവാക്കാനും നമുക്ക് ബുദ്ധി വേണം. അപ്പൊ അള്ളാഹ് ശരീഅത്തിൽ ബുദ്ധിക്കെതിരായ അല്ലെങ്കിൽ ബുദ്ധിന്റെ സംരക്ഷണത്തിനെതിരായ കാര്യങ്ങളെ അള്ളാഹു സുബ്ഹാനഹു വ തആല നിരോധിക്കും. ദീനാണ്, ഈ ബുദ്ധിയാണ് ഒരു മനുഷ്യന്റെ ആദരവിന്റെ പ്രധാനപ്പെട്ട ഘടകം. മറ്റു ഹയവാനാത്തുകളിൽ നിന്ന് മനുഷ്യനെ വേർതിരിക്കുന്നതും ഈ വിവേചന ബുദ്ധിയാണ്. ഈ ഒരു വിവേചന ബുദ്ധിയാണ്, ഒരു ഇൽമാണ്. അത് അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ ആദരിച്ചതിന്റെ ഒരു അടയാളം കൂടിയാണ്. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ലഹരി പദാർത്ഥങ്ങളെ ഹറാമാക്കിയത്. ലഹരി പദാർത്ഥങ്ങൾ മുഴുവൻ ഹറാമാക്കിയത് ഈ ബുദ്ധിയെ നശിപ്പിക്കും എന്നുള്ളതുകൊണ്ടാണ്. അതിൽ ശിക്ഷ വരെ നടപ്പാക്കിയത്. കള്ളുടിച്ചവന് ശിക്ഷ ഉണ്ടല്ലോ, ശിക്ഷ വരെ ശരീഅത്തിൽ ആ ഒരു പിന്നെ ക്രിമിനൽ കുറ്റമായിട്ട് കാണാനുള്ള കാരണവും ബുദ്ധിനെ നശിപ്പിക്കും എന്നുള്ളതുകൊണ്ടാണ്. അപ്പൊ അത് ളുറൂറിയാത്താണ്. മറ്റൊന്ന്, മൂന്നാമത്തേത് ഹിഫ്ളുൻ നഫ്സി, നമ്മുടെ ശരീരത്തിന്റെ സംരക്ഷണം. അത് ദീൻ നന്നായി പരിഗണിച്ചിട്ടുണ്ട്. അപ്പൊ ദീന്റെ എല്ലാ കൽപ്പനകളും നോക്കുമ്പോൾ അതൊക്കെ നമുക്ക് കാണാൻ പറ്റും.
നമ്മുടെ ബുദ്ധിനെ സംരക്ഷിക്കുന്നതായിരിക്കും, നമ്മുടെ ദീനിനെ സംരക്ഷിക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തെ സംരക്ഷിക്കുന്നതായിരിക്കും. കുറേ ഖുർആനിൽ ഒരുപാട് ആയത്തുകൾ നഫ്സിനെ സംരക്ഷിക്കാനുള്ളതാണ്. വലാ തഖ്തുലു നഫ്സല്ലതി ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ്. അല്ലാഹു പവിത്രമാക്കിയ ഒരു നഫ്സിനെ നിങ്ങൾ വധിക്കരുത്. കൊലപാതകമൊക്കെ ഹറാമാക്കാനുള്ള കാരണം എന്താണ്? അതേപോലെ തന്നെ നമ്മുടെ ആത്മഹത്യയൊക്കെ ഹറാമാവാനുള്ള കാരണം ഈ ഒരു അടിസ്ഥാനമാണ്. അതേപോലെ തന്നെ നമ്മൾ സ്വയം നാശത്തിലേക്ക് എടുത്തു ചാടുക എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെയും ദീന് ഹറാമാക്കാനുള്ള, മറ്റൊരാളെ വധിക്കുന്നത് അങ്ങനത്തൊക്കെ ഹറാമാക്കാനുള്ള കാരണവും ഇതാണ്. അത് നമുക്ക് മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. പിന്നെ മാത്രമല്ല, ഈ നഫ്സിന്റെ സംരക്ഷണത്തിനാണ് ഖിസാസൊക്കെ വെച്ചത്. കാരണം ഇയാൾ വധിക്കപ്പെട്ടാലും ബാക്കിയുള്ള ആളുകളുടെ നഫ്സുകൾ സംരക്ഷിക്കപ്പെടും. ഒരു നാട്ടിൽ എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൊല്ലുകയാണ്, അതിനൊരു ശിക്ഷയില്ലാന്ന് വെക്കുക. കൊലപാതകം തുടർന്നുകൊണ്ടേയിരിക്കും. ഒരു വട്ടം ശിക്ഷ അടപ്പായി കാണിച്ചു കൊടുത്താലോ അതവിടെ നിൽക്കും. അതുകൊണ്ടാണ് നഫ്സിനെ സംരക്ഷിക്കുന്നതിന് ഖിസാസ് നടപ്പാക്കി. അതേപോലെ തന്നെ ഇനി ഒരാൾ മനഃപൂർവ്വം അല്ലാതെ കൊന്നാലും അതിന് ബ്ലഡ് മണി കൊടുക്കണമല്ലോ, ദിയത്ത് കൊടുക്കണം. അതൊക്കെ കൽപ്പിച്ചത് എന്തിനു വേണ്ടിയിട്ടാണ്? ഒക്കെ ഈ നഫ്സിന്റെ സംരക്ഷണം അത് ദീൻ പരിഗണിച്ചിട്ടുണ്ട്. നാലാമത്തത് ഹിഫ്ദുൽ മാൽ, സമ്പത്തിന്റെ സംരക്ഷണവും ദീന് പരിഗണിച്ചിട്ടുണ്ട്. സമ്പത്ത്, പണത്തിന്റെ സംരക്ഷണം, അതിനു വേണ്ടിയിട്ടാണ് അള്ളാഹു കച്ചവടം അനുവദിച്ചത്. പലിശ ഹറാമാക്കിയതും അതിനു വേണ്ടിയിട്ടാണ്. പലിശ ഹറാമാക്കി, അതേപോലെ തന്നെ കച്ചവടം അനുവദിച്ചത് അതിനു വേണ്ടിയിട്ടാണ്. അതേപോലെ തന്നെ ഒരു മനുഷ്യന്റെ പണം അവന്റെ പൂർണ്ണമായ മനസ്സോടുകൂടിയല്ല നമ്മൾ എടുക്കാൻ പാടില്ല. മോഷണം ഹറാമാക്കിയത്. അതേപോലെ തന്നെ മോഷണത്തിന് ശിക്ഷ വെച്ചു. ഒരു ഇത്ര ദീനാറിൽ കൂടുതൽ അല്ലെങ്കിൽ ഇത്ര അളവിൽ കൂടുതൽ മോഷ്ടിച്ചാൽ കൈപ്പത്തി മുറിക്കണം എന്ന് ശിക്ഷ വെച്ചതൊക്കെ കാരണം ഈ സമ്പത്തിന്റെ സംരക്ഷണമാണ്. അപ്പൊ അതേപോലെ ഒരുപാട് കാര്യങ്ങൾ. അതേപോലെ തന്നെ യതീമിന്റെ സമ്പത്ത് ഭക്ഷിക്കരുത് എന്ന് കാണുന്ന നഹി ഒരുപാടുണ്ട്. ഇസ്രാഫ്, അമിതവ്യയം, ഒരുപാട് ഓറായി ചെലവഴിക്കുന്നൊക്കെ ശരീഅത്ത് നിരോധിക്കാൻ കാരണം ഇതാണ്. അഞ്ചാമത്തത് ഹിഫ്ളുൻ നസ്ൽ, നമ്മളുടെ സന്താന പരമ്പരകളുടെ സംരക്ഷണം എന്നാണ് പറയാതിന് ഉദ്ദേശം. ഒരാൾ നാട്ടിൽ സിന വ്യാപകമാണെന്ന് വിചാരിക്കുക. വ്യഭിചാരം വ്യാപകമാണെങ്കിൽ ആ കുട്ടി ആരിലേക്കാ ചേർക്കപ്പെടുക? വ്യഭിചാരത്തിലൂടെ ഉണ്ടായ കുട്ടി ആരിലേക്കാ ചേർക്കപ്പെടുക? അപ്പൊ അത് വലിയൊരു പ്രശ്നമായി വരും സമൂഹത്തിൽ. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നസ്ൽ സംരക്ഷണത്തിൽ ഓരോ കുട്ടിക്കും അവനിലേക്ക് ചേർത്തി പറയാൻ പറ്റുന്ന ഉപ്പാനെയും ഉമ്മാനെയും കൊടുക്കുന്ന രൂപത്തിൽ സവാജ്, കല്യാണം, നിക്കാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല ശറഅാക്കി. അതേപോലെ തന്നെ അതിലൂടെ മക്കൾ ഉണ്ടാകണമെന്നുള്ള ശറഅാക്കി. അങ്ങനെയൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിച്ചു. വ്യഭിചാരം അല്ലാഹു ഹറാമാക്കി, അതിന് ഹദ്ദ് വെച്ചു. വ്യഭിചാരത്തിന്റെ ഒക്കെ ശിക്ഷാ നടപടി നമുക്കറിയാം, എറിഞ്ഞു കൊല്ലുക. അതേപോലെ തന്നെ ഒരാൾ വിവാഹം കഴിക്കാത്ത ആളാണെങ്കിൽ നാട് കടത്തുക, 100 അടി അടിക്കുക, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഇതൊക്കെ ശരീഅത്ത് കൽപ്പിക്കാനുള്ള കാരണം ത്വലാഖിന്റെ സമയത്ത് ഇദ്ദ ആചരിക്കുക, ഇതൊക്കെ ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ്. ഈ നസ്ലിന്റെ സംരക്ഷണം എന്നാണ്. അതായത് ഒരു നസബ്, നമ്മുടെ ഒരു പിതൃപരമ്പരയൊക്കെ കൃത്യമായി സംരക്ഷിച്ചു പോകാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതൊക്കെ ശറഅാക്കിയത്. അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഈ 5 കാര്യങ്ങളെ സംരക്ഷിക്കാവുന്നത് എന്തൊക്കെയുണ്ടോ അതൊക്കെ ശരീഅത്ത് കൽപ്പിച്ചിരിക്കും. ഇതിനെന്തെങ്കിലും ദോഷം തട്ടുന്ന എന്തെങ്കിലും ഉണ്ടോ അതിനൊക്കെ ശരീഅത്ത് നിരോധിച്ചിരിക്കും, ഉറപ്പാണ്. അതുകൊണ്ട് നമ്മളിനി വീട്ടിൽ ചെന്നൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. എന്തൊക്കെ ശരീഅത്തിന്റെ എല്ലാ കൽപ്പനകളും എടുക്കുക. നമ്മൾ ഇത്രയും കാലം മദ്രസയിൽ പഠിച്ചൊക്കെ എടുത്ത് നോക്കുക. ഈ 5 കാര്യങ്ങളെ സംരക്ഷിക്കുന്നതും അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. ഇനി നോക്കുക, ഇത് മക്ക കാലഘട്ടം തൊട്ടേ, ഇസ്ലാമിന്റെ ആവിർഭാവ കാലം തൊട്ട് തന്നെ ഇതൊക്കെ പരിഗണിച്ചു പോരുന്നുണ്ട് എന്നുള്ളതാണ്. മഹാനായ ശാത്തുബി റഹ്മത്തുള്ളാഹി അലൈഹി ഇത് സ്ഥാപിക്കുന്നുണ്ട്. മക്ക കാലഘട്ടം തൊട്ട് തന്നെ അല്ലാഹു ശ്രദ്ധിച്ചു പോരുന്ന കാര്യങ്ങളാണ് ഈ മഖാസിദു ശരിയ എന്നുള്ളതാണ്. ഇനി ഒരു ചോദ്യം പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. ഒരൊറ്റ അവസാനമായിട്ട് ഇതിലൊരു കാര്യം പറഞ്ഞിട്ട് ഈ 3ാമത്തെ മസാല നമുക്ക് അവസാനിപ്പിക്കാം. ഏതിനാണ് മുന്തിക്കുക? ഈ 5 കാര്യങ്ങൾ ഏതിനെ മുന്തിക്കുക? ഇതിലേതെങ്കിലും എതിരായിട്ട് വന്നാൽ ആദ്യം മുന്തിക്കേണ്ടത് ദീനാണ്. ഫസ്റ്റ് ദീനാണ്. ആദ്യം ദീനിന്റെ സംരക്ഷണമാണ്. വയുഖദ്ദമു ഹിഫ്ളുദ്ദീനി മിനൽ ദറൂരിയാത്തി അലാ മാ അദാഹു ഇൻദൽ മുആറദത്തി. പരസ്പരം എതിരായി വരുന്ന സന്ദർഭത്തിൽ ദീൻ എന്ന് പറയുന്നതിനെ, ദീനിന്റെ സംരക്ഷണത്തെയാണ് മുന്തിക്കേണ്ടത് ദറൂറിയാത്തിന്റെ കൂട്ടത്തിൽ. കാരണം ലി അന്നഹുൽ മഖ്സൂദുൽ അഅ്ളമു, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്നുള്ള നിലക്ക്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞല്ലോ,
വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ എന്നുള്ളത്. ബാക്കിയൊക്കെ ദീനിന് വേണ്ടി സംരക്ഷിക്കപ്പെടുന്നതാണ്, ദീനിന് വേണ്ടിയിട്ടാണ് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും. അതുകൊണ്ടാണ്, പിന്നെ മാത്രമല്ല അതിൻ്റെ ഫലമാണ്, അതിൻ്റെ സമറത്താണ് ഏറ്റവും വലിയ ഫലം എന്നുള്ളത് കൊണ്ട് ദുനിയാവിലും ആഖിറത്തിലും ഐശ്വര്യവും ഒക്കെ നേടിത്തരുന്ന നമുക്ക് ദീനാണ്, നമ്മുടെ മതമാണ് ഏറ്റവും പ്രധാനം. അള്ളാഹുവിൻ്റെ അടുക്കലും അള്ളാഹിൻ്റെ അടുക്കൽ അബദിയായ കാലാകാലം അനശ്വരമായ പിന്നെ ഒരു സൗകര്യം തരുന്നതും സുഖസൗകര്യങ്ങൾ തരുന്നതും ഈ ദീനാണെന്നുള്ളത് കൊണ്ടാണ്. ഇനി ബാക്കിയൊക്കെ പിന്നെ അതിനനുസരിച്ചിരിക്കും, ഈ ദീനിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് അടുത്തത് ഏതാണ്? സുമ്മ യുഖദ്ദമു ഹിഫ്ളുൻ നഫ്സി, സുമ്മ യുഖദ്ദമു. പിന്നെ അടുത്ത രണ്ടാമത്തത് ദീൻ കഴിഞ്ഞാൽ പിന്നെ ശ്രദ്ധിക്കേണ്ടത്, ഇതൊക്കെ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം വരുമ്പോഴാണ്. പിന്നെ ശരീരത്തിന്റെ സംരക്ഷണമാണ്. അപ്പൊ കാരണം ശരീരത്തിന് ബാക്കിയുള്ള ഈ ഭാഗത്തൊക്കെ ചെയ്യാൻ എന്ത് വേണം? ശരീരം ആവശ്യമാണ്. അതുകൊണ്ട് ശരീരത്തിന്റെ സംരക്ഷണം. അതുകൊണ്ടാണ് ഒരാൾ മരിക്കാൻ കിടക്കുന്ന സന്ദർഭത്തിൽ ചിലപ്പോൾ പന്നിമാംസം ഉള്ളൂ, അയാൾ ചിലപ്പോൾ എന്ത് ചെയ്യും? പന്നിമാംസം ഭക്ഷിക്കാൻ ചിലപ്പോൾ എന്ത് വരും? ദീൻ പറയും പന്നിമാംസം ഹറാമാണ്, ഈ പറയപ്പെട്ട കാര്യങ്ങളെ കൊണ്ട് ഏതെങ്കിലും കൊണ്ട് ഹറാമായിരിക്കും. പക്ഷെ അവിടെ ഇപ്പം എന്താ നോക്കേണ്ടത്? അവിടെ ഇപ്പം അത് കഴിച്ച് ജീവൻ നിലനിർത്തുക. അത് എത്ര കഴിക്കാൻ പാടും? ജീവൻ നിലനിർത്താനാവുന്ന അത്രേ കഴിക്കാൻ പാടും. കിട്ടിയതല്ലേ എന്ന നിലക്ക് കഴിക്കുക എന്നുള്ളതല്ലല്ലോ. അതൊക്കെ ഇൻഷാ അല്ലാഹ് വരും, ഇതിൽ വരും ഇൻഷാ അല്ലാഹ്. ഇത് ഈ ഖായിദകളിൽ തന്നെ നമ്മൾ പഠിക്കും ഇൻഷാ അല്ലാഹ്. അതൊക്കെ ദീനിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പിന്നെ സുമ്മ യുഖദ്ദമു ഹിഫ്ളുൻ നസബ്, നമ്മൾ നസ്ൽ പറഞ്ഞല്ലോ. പിന്നെ സന്താന പരമ്പരകളുടെ സംരക്ഷണം എന്നുള്ളതാണ്. കാരണം അല്ലെങ്കിൽ സിന ഒക്കെ വ്യാപകമാകും എന്നുള്ളതുകൊണ്ട്. പിന്നെ അടുത്തത് ഹിഫ്ളുൽ അഖ്ൽ, ബുദ്ധിന്റെ സംരക്ഷണം. പിന്നെ ഹിഫ്ളുൽ മാൽ, സമ്പത്തിന്റെ സംരക്ഷണം. ഇതാണ് ഓർഡർ എന്നുള്ളതാണ് പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ ഇതാണ് ഒന്നാമത്തെ മസ്ലഹത്ത്, മസാലിഹ് അൽ-ളറൂരിയ. അനിവാര്യമായും ദീൻ പരിഗണിക്കുന്ന മസ്ലഹത്തുകളാണിത്. ഇതില്ലാ ദീൻ ഉണ്ടാവില്ല. പിന്നെ നമ്മൾ പറഞ്ഞല്ലോ, ചോറിന്റെ കറിന്റെ സ്ഥാനത്തുള്ള മസാലി ഹാജിയ, മസാലി തഹ്സീനിയ, കൂട്ടാന്റെ സ്ഥാനത്തുള്ള മസാലി തഹ്സീനിയ. അത് ഇൻഷാ അല്ലാഹ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾ വിശദമായിട്ട് പഠിക്കും. എന്തായാലും മതത്തിൽ എന്തൊക്കെ ഉണ്ടാവുമെന്നും വെറുതെ അല്ല, അതിനൊക്കെ പിറകിൽ വലിയ വലിയ ലക്ഷ്യങ്ങളും മഖ്സദുകളും ഉദ്ദേശങ്ങളും മസ്ലഹത്തുകളും മഫ്സദത്തുകളൊക്കെ പരിഗണിച്ചിട്ടുള്ള വലിയൊരു സംഭവമാണ് നമ്മുടെ ശരീഅത്ത് എന്ന് നമുക്ക് ഉറപ്പിക്കാനും കൂടി നമുക്ക് ഈ ക്ലാസ്സൊക്കെ അതിന് കാരണമാകണം. അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിനെ കൃത്യമായി പഠിക്കാനും അള്ളാഹുവിൻ്റെ ഹിക്മത്ത് ബോധ്യപ്പെട്ടുകൊണ്ട് അള്ളാഹുവിൻ്റെ ഖുവത്ത്, അള്ളാഹുവിൻ്റെ ശക്തി, അള്ളാഹുവിൻ്റെ റഹ്മത്തൊക്കെ ബോധ്യപ്പെട്ടുകൊണ്ട് അള്ളാഹിനെ ആരാധിക്കാനും ബസീറത്തോടു കൂടി റബ്ബിനെ ആരാധിക്കാനും എനിക്കും നിങ്ങൾക്കും തൗഫീക്ക് നൽകട്ടെ. ഇതൊക്കെ പഠിച്ച് ദീനിൻ്റെ അനിവാര്യമായ കാര്യങ്ങൾ പഠിച്ച് ദീനിനോടൊരു ബഹുമാനം തോന്നിയ, ഞാൻ ആദ്യം പറഞ്ഞ കാര്യം ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു, അള്ളാഹു കൽപ്പിച്ചതിനോടും അള്ളാഹ് നിരോധിച്ചതിനോടും നമുക്കൊരു ബഹുമാനം നമ്മുടെ മനസ്സിലുണ്ടായിട്ടില്ലെങ്കിൽ നമ്മുടെ തൗഫീക്ക് നഷ്ടപ്പെട്ടു എന്നാണ്. അള്ളാഹ് കൽപ്പിച്ചതിനോട് നമുക്ക് ബഹുമാനം ഉണ്ടാകണം, അള്ളാഹ് നിരോധിച്ചതിനോട് നമുക്ക് എന്തുണ്ടാകണം? ബഹുമാനം ഉണ്ടാകണം. അത് നമ്മളൊരു ആത്മീയമായ ഉയർച്ചക്കും കാരണമാകും. അള്ളാഹു സുബ്ഹാനഹു വ തആല രഹസ്യ പരസ്യ ജീവിതങ്ങളിൽ അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന, എപ്പോഴും അള്ളാഹുവിനോട് കൂടെ അള്ളാഹ് ഇഷ്ടപ്പെട്ട ആളായി നിൽക്കാൻ കൊതിക്കുന്ന ആളുകളിൽ, ക്ഷമയോടെ ജീവിക്കുന്ന ആളുകളിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഹദാ വല്ലാഹു അലം വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വലിസാഇരിൽ മുസ്ലിമീന മിൻ കുല്ലി ദംബിൻ ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബീന വഹബീബിന മുഹമ്മദ്. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.